വർഷത്തെ ഫിസിക്സിൻ്റെ എക്സാമിന് ഷുവറായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള നിങ്ങളുടെ എക്സാം പേപ്പറിൽ കാണാൻ പോകുന്ന ഒരു പിക്ചറാണ് ഈ ഒരു പ്രിസത്തിൻ്റെ. പ്രിസം ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് സാധ്യതയില്ല. ഒന്നെങ്കിൽ മോഡലിന് ചോദിക്കാം, അല്ലെങ്കിൽ പബ്ലിക്കിന് ചോദിക്കാം. ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം ചിലപ്പോൾ മോഡലിന് ചോദിച്ചൊന്നും ഇരിക്കില്ല, പക്ഷേ അതെന്താ പബ്ലിക്കിന് ചോദിക്കും. അപ്പോൾ ഈ ഒരു പ്രിസം പഠിക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഒരു വൈറ്റ് ലൈറ്റ് എന്തോ ചെയ്യുന്നു, ഒരു പ്രിസത്തിലൂടെ പോകുമ്പോൾ അത് ഡീവിയേറ്റ് ആവുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഫിനോമിന ഏതാ, അങ്ങനെയാണെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. നമുക്കറിയാം ഈ ഫിനോമിന എന്ന് പറയുന്നത് ഏതാണ്, ഡിസ്പേർഷൻ അല്ലേ. ഡിസ്പേർഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ എന്താണ്, അത് കോമ്പോസിറ്റ് ലൈറ്റായിട്ട് അല്ലെങ്കിൽ മറ്റ് കളേഴ്സുമായിട്ട് എന്തോ ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. നമുക്കറിയാം മൊത്തം 7 കളേഴ്സാണുള്ളത്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, റെഡ്, ഓറഞ്ച്, അങ്ങനെ പോവും. അങ്ങനെ ഈ 7 കളേഴ്സാണ് ഉള്ളത്. ഇവിടെ പ്രിസത്തിലൂടെ ഒരു വൈറ്റ് ലൈറ്റ് ഇവിടെ കടന്നു പോകുമ്പോൾ വൈറ്റ് ലൈറ്റ് എന്താണ്, ഡീവിയേറ്റ് ചെയ്ത് അവിടെ നിന്നും ഡീവിയേറ്റ് ചെയ്ത് പോകും, വീണ്ടും ഡീവിയേറ്റ് ചെയ്ത് പോകും. അങ്ങനെ റെഡ് എന്നും വയലറ്റ് എന്നും 7 കളേഴ്സായിട്ട് എന്തോ സ്പ്ലിറ്റ് ചെയ്യും. ഇതിൻ്റെ ഇടയിലും എന്താണ്, മറ്റ് കളേഴ്സ് കാണും. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ്, ഈ റെഡ് എന്നും വയലറ്റ് എന്നുമുള്ള ഈ 2 കളേഴ്സ് മാത്രമേ തരൂ, നടുക്കത്തെ തരത്തില്ല. ബാക്കി എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഫിനോമിനനെ വിളിക്കുന്ന ഡിസ്പേർഷൻ. എന്താണ് ഡിസ്പേർഷൻ എന്ന് ഇൻഡയറക്റ്റ്ലി ചോദിച്ചേക്കുവാണ്. ഡിസ്പേർഷൻ എന്ന് വെച്ചാൽ എന്താണ്, വെൻ എ റേ ഓഫ് ലൈറ്റ് ഓർ എ വൈറ്റ് ലൈറ്റ് പാസ് ത്രൂ എ പ്രിസം ഇറ്റ് അണ്ടർഗോസ് റിഫ്രാക്ഷൻ ആൻഡ് കോമ്പോസിറ്റ് ലൈറ്റ് ആർ സ്പ്ലിറ്റിംഗ് എന്ന് എഴുതിയാൽ അവിടെ നിങ്ങൾക്കിതിന് 3 മാർക്കാണ് കിട്ടുന്നത്. ഷുവറായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. രണ്ടാമത്തെ ഷുവറായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ആപ്ലിക്കേഷൻ ലെവലാണ്. അത് നമ്മുടെ സൗണ്ട് വേവ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഫ്രീക്വൻസിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്വസ്റ്റ്യൻ പറയുന്നത് ഒരു ട്യൂണിംഗ് ഫോർക്ക് 256 ഹെർട്സ് ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്കിനെ എന്ത് ചെയ്തു, ഒരു ടേബിളിൽ അടിച്ചു. ആ ടേബിൾ അപ്പോൾ എന്തോ ചെയ്യും, ഒബ്വിയസ്ലി അതെന്താ വൈബ്രേറ്റ് ചെയ്യും. അന്നേരം ഒരു സൗണ്ട് ഉണ്ടായി. പിന്നെ വീണ്ടും എന്താണ്, കുറച്ചും കൂടെ കൂടിയ ഫ്രീക്വൻസി ഉള്ളൊരു ട്യൂണിംഗ് ഫോർക്ക് കൊണ്ട് അടിച്ചു, 258 ഹെർട്സ് ഉള്ള. അപ്പോൾ എന്താണ്, ആ ടേബിളിൽ അടിച്ചപ്പോൾ കൂടുതൽ സൗണ്ട് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ ഓഫ് ടേബിൾ ഇൻ ഫസ്റ്റ് കേസിൽ ഉണ്ടായ ഫ്രീക്വൻസി ഉണ്ടല്ലോ, അത് എത്ര ആണെന്ന്, എത്ര, 256 തന്നെ ആയിരിക്കും. അതിനുള്ള റീസൺ എന്തായിരിക്കും, അത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ കൊണ്ടാണ്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു പ്രതലത്തിലടിക്കുമ്പോൾ മറ്റൊരു പ്രതലവും എന്താ അതിൻ്റെ ആ ഒരു വൈബ്രേഷനിൽ വൈബ്രേറ്റ് ചെയ്യും. അതാണ് ഈ ക്വസ്റ്റ്യൻ. ബി, എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ ടേബിൾ. അവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്, നാച്ചുറൽ ഫ്രീക്വൻസി എന്താണെന്നാണ്. നമുക്കറിയാം നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താണ്, ഡ്യൂറിങ് റെസൊണൻസ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് എ ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ഫോഴ്സിങ് ബോഡി. ഫോഴ്സ്ഡ് ഒബ്ജക്റ്റിന് ഈക്വലാണ് ഏത്, ഫോഴ്സിങ് ബോഡിയുടെ ഫ്രീക്വൻസി. അവിടെ എത്രയാണ് ഫ്രീക്വൻസി, 288 ഹെർട്സ് തന്നെയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ സൗണ്ട് ഹേർഡ് വിത്ത് മാക്സിമം ലൗഡ്നെസ് ഇൻ സെക്കൻഡ് കേസ്. രണ്ടാമത്തെ കേസിൽ എന്തുവാണ് സൗണ്ട് അവിടെ കൂടുതൽ കേൾക്കുന്നത്, എന്തുകൊണ്ടാണ്, റെസൊണൻസ് കൊണ്ടാണ്. ഡ്യൂറിങ് റെസൊണൻസ് സമയത്ത് എന്താണ്, ആംപ്ലിറ്റ്യൂഡ് എന്താണ്, മാക്സിമം ആണ്. ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആണെങ്കിൽ ഫ്രീക്വൻസി മാക്സിമം ആയിരിക്കും. അന്നേരം അവിടെ 288 ഹെർട്സ് വെച്ചുള്ള ആ ഒരു ട്യൂണിംഗ് ഫോർക്കിന് കൂടുതൽ സൗണ്ട് ഉണ്ടാവും. ഇതാണ് രണ്ടാമത്തെ. ഇനി നമുക്ക് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു ഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ തരും. എന്നിട്ട് വിച്ച് ഹാസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ഓസിലേഷൻ കൂടുന്നതിനനുസരിച്ച്. ഇവിടെ ക്യൂ എന്നതിലാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് സൈക്കിൾ ഉള്ളത്. അന്നേരം ഹയസ്റ്റ് ഫ്രീക്വൻസി ക്യൂവിനാണുള്ളത്. അത് നമ്പർ ഓഫ് സൈക്കിൾസ് കൊണ്ടാണ് അവിടെ കൂടുതൽ. ബി, വിച്ച് ഹാസ് ഹയസ്റ്റ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ ഇക്വിലിബ്രിയം എന്നാണ്. ഇവിടെ അന്നേരം മേപ്പോട്ട് പോകുന്ന ഗ്രാഫ് നോക്കിയാൽ മതി, ഇവിടെ ഇത്രയേ ഉള്ളൂ, ഇവിടെ അതിനെക്കാട്ടി കുറവ്. പക്ഷെ ഇവിടെ എന്താണ്,
കൂടുതലാണ് ക്രസ്റ്റിലും ട്രഫിലും ഡിസ്റ്റൻസ് എന്താണ് മേപ്പോട്ട് കൂടുതൽ. അന്നേരം ഏതിലാണ് ഹയസ്റ്റ് ആംപ്ലിറ്റ്യൂഡ് ഏറ്റവും കൂടുതൽ? 6-ലാണ്. എന്തുകൊണ്ട്? അതിൻ്റെ ലെങ്ത് കൂടുതലുണ്ട്. ഈ റീസൺ എഴുതിയാൽ നിങ്ങൾക്കിവിടെ 3 മാർക്ക് കിട്ടും. ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ആപ്ലിക്കേഷൻ ലെവലാണ് കൂടുതലും വരാനായിട്ടുള്ള സാധ്യത.